ദയവായി ഈ വീഡിയോ ഒരു സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക. അതിനായി വലതുവശത്ത് താഴെയായുള്ള ഈ ഒരു ചിഹ്നത്തിൽ അമർത്തുക. തിരിച്ച് പഴയതുപോലെ ആകണമെങ്കിൽ വലതുവശത്തിൽ കാണുന്ന ഈ ഒരു ചിഹ്നത്തിൽ അമർത്തുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആധാർ കാർഡുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ കയ്യിലുള്ള ആധാർ കാർഡ് നഷ്ടപ്പെട്ടു പോവുകയോ നഷ്ടപ്പെട്ടു പോയ ആധാർ കാർഡിന്റെ നമ്പർ നമ്മുടെ കൈവശമില്ലെങ്കിലോ എന്ത് ചെയ്യും? ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈലിൽ ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ മൈ ആധാർ എന്ന് ടൈപ്പ് ചെയ്യാം. മൈ ആധാർ എന്നൊരു സൈറ്റ് കാണാം. ആ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആധാർ സർവീസസ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ റിട്രീവ് ആധാർ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ റിട്രീവ് ആധാർ എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ക്രീനിൽ നമുക്ക് എന്താണോ വേണ്ടത്, ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ആധാർ നമ്പർ കണ്ടുപിടിക്കുക എന്നൊരു കാര്യമാണ്. നമുക്ക് ആധാർ നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആധാറിൽ നമ്മുടെ എന്താണോ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ പേര് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ആധാർ നമ്പർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അതല്ലെങ്കിൽ ഇമെയിൽ ID ഇത് രണ്ടും കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ക്യാപ്ച അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP കൊടുത്തിട്ടുണ്ടെങ്കിൽ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അതിനുശേഷം അടുത്ത സ്ക്രീനിൽ ഈ OTP, അതായത് ഏത് മൊബൈൽ നമ്പറൊക്കെയാണോ നമ്മൾ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത് നിൽക്കുന്നത് ആ ഒരു മൊബൈലിലേക്ക് ഈ OTP വന്നിട്ടുണ്ടാവും. ആ OTP നമ്മൾ അവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ട, അതായത് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും. ആ മെസ്സേജിൽ നമ്മുടെ ഫുൾ ആധാർ നമ്പർ, അതായത് 12 ഡിജിറ്റ് ആധാർ നമ്പർ ഉണ്ടായിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് ആധാർ നമ്പർ കിട്ടും. ഇനിയിപ്പോൾ നമ്മുടെ ആധാർ നഷ്ടപ്പെട്ടു പോയേക്കാണ്, നമുക്ക് പുതിയൊരു ആധാർ, അതായത് ഫിസിക്കൽ കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഇപ്പൊ നമ്മുടെ തന്നെ 50 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ PVC ടൈപ്പ് ആധാർ കാർഡ് കിട്ടും. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഒന്നും കൂടി അത് പറയാം. അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പ്രിന്റ് ഔട്ട് മാത്രം മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിൽ തന്നെ ഡൗൺലോഡ് ഈ ആധാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്താലും നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ PVC കാർഡാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഈ സൈറ്റിൽ തന്നെ എടുക്കുക. അതിൽ ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ലോഗിനിൽ ക്ലിക്ക് ചെയ്യാം. ഇൻ കേസ് അത് കിട്ടിയില്ലെങ്കിൽ ആ സൈറ്റിൽ താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർഡർ ആധാർ PVC കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് 12 ഡിജിറ്റ് ആധാർ നമ്പർ അടിക്കാനുള്ള ഓപ്ഷൻ കാണാം. അതേപോലെ തന്നെ ക്യാപ്ച അടിക്കാനുള്ള ഓപ്ഷൻ കാണാം. ഇത് രണ്ടും ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് സെൻഡ് OTP കൊടുത്തിട്ടുണ്ടെങ്കിൽ OTP നമ്പർ വരും. ആ OTP നമ്പർ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. ഇൻ കേസ് ലോഗിൻ ആണ് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഓപ്ഷൻസ് കാണാം. അതിൽ ഈ പറഞ്ഞ ഓർഡർ ആധാർ PVC കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽസ് കണ്ടിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് അടിക്കുക. ഡീറ്റെയിൽസ് കാണുമ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്ന് നോക്കണം. അതിനുശേഷം വേണം നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം നെക്സ്റ്റ് സ്ക്രീനിൽ പേയ്മെന്റിനുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ അതിൽ മേക്ക് പേയ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ആ ടിക്ക് ചെയ്തതിന് ശേഷം മേക്ക് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് 50 രൂപയാണ് ചെലവ് വരാം. അതിനുള്ള പേയ്മെന്റ് ഓപ്ഷൻസ് കാണാം. ഏതാണോ നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റിയ പേയ്മെന്റ് ഓപ്ഷൻ അത് സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അക്നോളജ്മെന്റ് നിങ്ങൾക്ക് കിട്ടും. അക്നോളജ്മെന്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം 2-3 ആഴ്ചയ്ക്ക് ശേഷം ഈ PVC കാർഡ് നിങ്ങൾക്ക് പോസ്റ്റ് മുഖേന നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും. ഇപ്പോൾ ഈ സൈറ്റ് ഇംഗ്ലീഷിൽ മാത്രമല്ല മലയാളത്തിലുണ്ട്, അതുപോലെ തന്നെ മറ്റു ലാംഗ്വേജിലും ഉണ്ട്. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾക്കും ഇതുപോലൊരു പ്രശ്നമുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.